ശനിയാഴ്ച രാത്രി അധിക പ്രവാസികളും പുറത്ത് പോയി തന്നെ ഫുഡ് കഴിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അബുദാബിയിലെ കഞ്ഞിക്കട ഫ്രഷ് പാലസിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു ചോറും ഒരു സീബ്രീമും ഓർഡർ ചെയ്തിട്ട് അന്തം പുട്ട കുന്തം പോലെ ഇങ്ങനെ ഇരുന്നു. ഒരു ചോറേ ഓർഡർ ചെയ്തിട്ടുള്ളൂ, കാരണം ഒരു ചോറ് മതി എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാന് ചോറ് വേണ്ട, ഓനിക്ക് കുബൂസും സീബ്രീമും മതി എന്ന് പറഞ്ഞു. ഇതിൻ്റെ ചോറ് മീൻ വേണ്ടായിരുന്നു, കാരണം ഓൾറെഡി സീബ്രീം ഉണ്ടല്ലോ. അങ്ങനെ ഫൈനലി കാത്തിരുന്ന നിമിഷം അവസാനിക്കുകയാണ്. അബ്ദുറഹ്മാൻ്റെ സ്വന്തം കുബൂസും പിന്നെ മെയിൻ സീബ്രീമും എത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങൾ അത് കഴിക്കുവാൻ പോവുകയാണ്. എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ഞാൻ പിന്നെ ക്യാമറ ഓണാക്കി സൈഡിൽ വെച്ചു. എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് തിന്നത് കാണിച്ചു തരാൻ. നല്ല സീബ്രീം, നല്ല ഒരിഞ്ഞത് അതിലേക്ക് നല്ല ചോറിങ്ങനെ എടുത്തിട്ട് ആ ചോറും ചോറിലെ കുച്ചടികളും എല്ലാം കൂടി എടുത്തിട്ട് അച്ചാറും പപ്പടം കുറച്ചൊന്നും ഉണങ്ങിയ പോലെ എനിക്ക് ഫീലാവുണ്ട്. പിന്നെ എനിക്കിങ്ങനെ മൊരിഞ്ഞ പപ്പടം വേണം, നല്ല മൊരിഞ്ഞ് നല്ല അത് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആ സൗണ്ട് വരണം. ആ പപ്പടമാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് ഈ പപ്പടത്തുമ്പോൾ ഞാൻ വല്ലാണ്ട് പോയില്ല. പപ്പടം ഇല്ലെങ്കിൽ എന്താ, ബാക്കിയുള്ളതെല്ലാം ഇഷ്ടം പോകണുണ്ടല്ലോ. ഏറ്റവും അവിടെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചമ്മന്തിയും മയോണൈസും പിന്നെ ഒരു ചുവപ്പ് ചമ്മന്തിയും കൂടി കിട്ടുന്ന സാധനമുണ്ട്. ആ സാധനം എന്തൊക്കെ കൂട്ടിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ ആദ്യം ചോറിലേക്കായപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം ചോറ് ഇങ്ങനെ കഴിക്കാൻ പോയിട്ടില്ല. നാട്ടിൽ നിന്നാണ് കൂടുതൽ ചോറ് കഴിക്കുക. ഇവിടെ നിന്ന് അങ്ങനെ ചോറ് കഴിക്കൽ വളരെ കുറവാണ്. ഇവിടെ നിന്ന് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ തടി ഡബിൾ ഇരട്ടിയായിരിക്കും പോവുക. നല്ല കാശാണല്ലോ. ഇന്ന് എന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. മുള്ളുണ്ടേ. അങ്ങനെ ഞങ്ങളുടെ ഈ തീറ്റ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം. അബ്ദുറഹ്മാൻ്റെ ചായ അവിടെ കൊടുത്തിട്ട് ഗാന്ധിജിയായി ഒരു വളർത്തിട്ട് പോയി കുണ്ടിച്ചാടി.